അടുത്ത ഒരു മെയിനായിട്ട് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിൻറ്റഡ് കർട്ടനുകളാണ്. ഇപ്പോൾ നമുക്കൊരു മുറിയിലേക്ക് കർട്ടൻ വേണം. അപ്പോൾ ആ കർട്ടനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഒരു കാറ്റലോഗാണ്. നമ്മളുടെ കയ്യിൽ ഒരു ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഗ്രേഡിയൻ്റ് ഡിസൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് പറയാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ചെയ്തേക്കുന്നുണ്ടോ, ഇങ്ങനെ പല പല ഡിസൈൻ നമുക്ക് ഇവരുടെ ഒരു കംപ്ലീറ്റ് കാറ്റലോഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇത് അതിൻ്റെ ഒരു ഓപ്ഷനാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കണത് ഞാൻ പറയാം. കാറ്റലോഗ് വീഡിയോ ലൈവിലിരിക്കുമ്പോൾ തപ്പൽ ഒരു പണിയാണ്. ഞാൻ എന്നാലും ഒന്ന് നോക്കിക്കോട്ടെ. അതേനോ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു പ്രിൻറ്റഡ് കർട്ടൻ്റെ കാറ്റലോഗാണ്. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഡിസൈൻ തന്നിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു നോർമൽ കർട്ടൻ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ റിപ്പീറ്റ് ചെയ്തായിരിക്കും വരിക. ഒരു 60 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്ററോ ഗ്യാപ്പിട്ട് സെയിം ഡിസൈൻ റിപ്പീറ്റ് ചെയ്താണ് മിക്ക കർട്ടനും വരിക. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ചിലതൊക്കെ ഇതുപോലുള്ള ടെക്സ്ചർ ആണെങ്കിൽ പിന്നെ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ ക്ലോത്ത് ആയിരിക്കും. അറ്റത്ത് കിടക്കുന്നത് വെൽവെറ്റ് ടൈപ്പ് ഓഫ് കർട്ടനാണ്. കാരണം വെൽവെറ്റ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 3 ഇയർ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ വെൽവെറ്റ് രീതിയിൽ ചെയ്യുക. ഇതിന് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ സോഫയുടെ ഇത് ചെയ്തിട്ട് അതിന് സിമിലറായിട്ട് കർട്ടനും ചെയ്യും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് പ്രിൻ്റഡ് ആയിട്ടുള്ള കർട്ടനുകളാണ്. നമുക്ക് ഇപ്പോൾ ബാൽക്കണിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ ഫ്ലോറൽ ആയിട്ടുള്ളതും ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കർട്ടനിൽ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻസ് പ്രിൻ്റ് ചെയ്ത്. ഇതുപോലത്തെ ഒരു 4ഓളം കാറ്റലോഗുകൾ ഉണ്ട് ആക്ച്വലി. എന്താ വെച്ചാൽ നമുക്ക് ഐഡിയാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാറ്റലോഗ് വെക്കുക. പഴയ പോലെയൊന്നുമല്ല. പണ്ടെന്ന് വെച്ചാൽ കർട്ടൻ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ കർട്ടൻ്റെ സാമ്പിളുകൾ തൂക്കിയിട്ടുണ്ടാവും. അതിൽ ഇതൊരു 10 മീറ്റർ വാങ്ങിച്ചോ, ഇതൊരു 20 മീറ്റർ വെച്ചോ, അങ്ങനെയല്ല. ഇന്നിതെല്ലാം ഫുൾ പ്ലാൻഡാണ്. കാരണം ഇതെല്ലാം 3D ചെയ്യുമ്പോൾ തന്നെ അതിൽ വരികയാണല്ലോ, വീടിൻ്റെ 3D ചെയ്യുമ്പോൾ തന്നെ. അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർട്ടൻ ഇൻഡസ്ട്രിയും അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഇതിൽ നിന്ന് ഡിസൈൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ ഡിസൈൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇത് ഒരു പർപ്പിൾ കളറിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അങ്ങനെ തന്നെ വേണമെന്നില്ല. ഇവിടെ നമുക്ക് ഏത് കളറിൽ വേണമെന്നുള്ളത് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് കളറാണോ നമ്മുടെ സോഫ വെച്ച് നോക്കിയിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാം. കളറും ചൂസ് ചെയ്ത് ഡിസൈനും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏത് മെറ്റീരിയലിൽ അത് പ്രിൻ്റ് ചെയ്തെടുക്കണം എന്നനുസരിച്ച് ആ മെറ്റീരിയൽ നമുക്ക് ചൂസ് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇത് വെൽവെറ്റ് പോലത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞല്ലോ, വെൽവെറ്റ്. അല്ലാതെ ഗ്ലോറിയസ് എന്ന് പറഞ്ഞ ഒരു കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ഇത് ഷിയർ പോലത്തെ മെറ്റീരിയൽ, ബാക്കിൽ കാണുന്ന ആൽഫ. ബ്ലാക്ക് ഔട്ട്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് അല്ല, എന്നാലും ഒരു ഡിം ഔട്ട് പോലെ കിട്ടുന്ന മാറ്റി. ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സ്ലബ് ഷിയർ പോലത്തെ മെറ്റീരിയൽ, ഇങ്ങനത്തെ ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് നമ്മുടെ വീട്ടിൽ കർട്ടൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്രയും ലെവൽ എത്തിയിരിക്കുന്നു. നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തും കർട്ടനിൽ ചെയ്യാൻ പറ്റുന്ന ലെവലെത്തി.